അവസാനം വരെ ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത്രയും അനിശ്ചിതമായ ഒരു ജീവിതത്തിൽ കൂടി സുനിശ്ചിതമായ ഒരു മരണത്തിലേക്ക് കടന്നു പോകേണ്ടവരാണ് നമ്മൾ. ഇതിൻ്റെ ഇടയിലുള്ള ഈ ചെറിയ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അവസരമാണ് റമദാൻ. അപ്പോൾ ഈ റമദാനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു റസൂൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. 3 ആളുകൾ നിർഭാഗ്യവാന്മാരാണ് എന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതിലൊന്ന്, പ്രവാചകൻ്റെ നാമം കേൾക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ നിന്നും പ്രവാചകന് വേണ്ടി പ്രാർത്ഥന, സലാത്ത് വരുന്നില്ല എങ്കിൽ അവൻ്റെ മനസ്സ് അത്യന്തം നിർഭാഗ്യകരമായ ഒരു മനസ്സാണ്. രണ്ടാമത്തെ കാര്യം, ഒരു വ്യക്തിയുടെ വീട്ടിൽ അവൻ്റെ വൃദ്ധ മാതാപിതാക്കളുണ്ട്. ആ മാതാപിതാക്കളെ സംരക്ഷിക്കുവാൻ ആ വ്യക്തിക്ക് കിട്ടിയത് ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ്. അള്ളാഹു സ്വർഗത്തിലേക്കുള്ളൊരു ഏണി വെച്ചു കൊടുത്തതാണ്. സ്വർഗത്തിലേക്കുള്ളൊരു ഏണിയാണ്. ആ ഏണിയിലെ 2 തൂണുകളാണ് നമ്മുടെ മാതാപിതാക്കൾ. വേണമെങ്കിൽ ചവിട്ടി സ്വർഗത്തിലേക്ക് കയറാം, അല്ലെങ്കിൽ ആ ഏണി ചവിട്ടി തെറിപ്പിച്ചുകൊണ്ട് നരകത്തിലേക്ക് പോകാം. അപ്പം അങ്ങനെ ഒരു സൗഭാഗ്യം അള്ളാഹു ഒരു വ്യക്തിക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് ആ വൃദ്ധ മാതാപിതാക്കന്മാരെ സംരക്ഷിച്ചുകൊണ്ട് ആ വ്യക്തിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അവൻ കഴിഞ്ഞില്ല എങ്കിൽ അവനും നിർഭാഗ്യവാനാണ്. മൂന്നാമത്തെ വ്യക്തി, ആ വ്യക്തിക്ക് റമദാൻ മാസത്തിൽ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി. ആ റമദാൻ മാസം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ സ്വർഗപ്രവേശനം ഉറപ്പാക്കാൻ അവന് കഴിഞ്ഞില്ല എങ്കിൽ അവനും ദൗർഭാഗ്യവാനാണ്. അപ്പം നമ്മൾ ഈ സന്ദർഭത്തിൽ റമദാൻ മാസമാണ്. ഈ റമദാൻ മാസം ഇനി ഒരിക്കൽ കിട്ടിക്കൊള്ളണമെന്നില്ല. റമദാൻ മാസം നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കണമെങ്കിൽ ജീവിതത്തെപ്പറ്റി ഒരു ആത്മപരിശോധന നടത്തണം. ആത്മപരിശോധന നടത്തിയാൽ മാത്രം മതിയാവുകയില്ല, തിരുത്തൽ പ്രക്രിയയ്ക്ക് അവൻ സന്നദ്ധനാകണം. അങ്ങനെ തിരുത്തൽ പ്രക്രിയയ്ക്ക് സന്നദ്ധനായെങ്കിൽ മാത്രമേ ഈ റമദാൻ അവനെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കൂ. മരണം എന്ന് പറയുന്നത് സുനിശ്ചിതമാണ്. മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ അംഗീകരിക്കാനാണ് പലർക്കും പ്രയാസം. ജീവിതവും മരണവും ലോകത്തുള്ള എല്ലാ നാസ്തികരും യുക്തിവാദികളും നിരീശ്വരവാദികളും അംഗീകരിക്കുന്നതാണ്. ലോകത്തുള്ള മതവിശ്വാസികളും ഇത് രണ്ടും അംഗീകരിക്കുന്നതാണ്. നിരീശ്വരവാദികളും യുക്തിവാദികളും തമ്മിൽ ജീവിതത്തിൻ്റെ വിഷയത്തിലോ മരണത്തിൻ്റെ വിഷയത്തിലോ ഭിന്നതയില്ല. 2 കൂട്ടരും അംഗീകരിക്കുന്നു, ജീവിതം എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കുന്നു. 2 കൂട്ടരും അംഗീകരിക്കുന്നു, മരണം എന്ന യാഥാർത്ഥ്യത്തെയും അംഗീകരിക്കുന്നു. എങ്കിൽ പിന്നെ കേവല മതവിശ്വാസികളും നാസ്തികരും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒരു വ്യത്യാസമില്ല. അടിസ്ഥാനപരമായ വ്യത്യാസം വരുന്ന അതിൻ്റെ അപ്പുറത്തേക്കുള്ള ജീവിതത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതാണ്. അതിൻ്റെ അപ്പുറത്തേക്കുള്ള ജീവിതത്തിലുള്ള വിശ്വാസമാണ് യഥാർത്ഥത്തിൽ മതവിശ്വാസം എന്ന് പറയുന്നത്. മറ്റത് യാഥാർത്ഥ്യമാണ്, മരിക്കും, എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിൻ്റെ അപ്പുറത്തേക്കുള്ള ജീവിതം, ആ ജീവിതം ഉൾക്കൊള്ളുവാനാണ് വളരെ പ്രയാസം. മക്കയിലെ മുശ്രിക്കുകൾക്കും അല്ലാഹുവിൽ വിശ്വാസമില്ലാത്തവരായിരുന്നില്ല അവർ. പക്ഷെ അവർ ഐദാമിത്തനാവ് കുന്നാ തുറാബൻ ഇളാമൻ, ഞങ്ങൾ മരിക്കുകയും എല്ലുകളായി മാറുകയും ചെയ്തതിനു ശേഷം വീണ്ടും പുനർജനിക്കുകയോ എന്ന ഒരു വിചിത്രമായ കാര്യമായിട്ടാണ് അവർക്ക് തോന്നിയത്. ഇതാണ് അവരുടെ പ്രശ്നം. അതുകൊണ്ടാണ് മരണത്തെപ്പറ്റി, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്നു, വബിൽ ആഖിറതി ഹും യൂഖിനൂൻ, ആഖിറത്തിൽ നിങ്ങൾക്ക് വേണ്ടത് യഖീനാണ്. അള്ളാഹുവിൽ നിങ്ങൾക്കുള്ളത് ഈമാനാണ്. അത് എല്ലാവരും അംഗീകരിക്കുന്നതാണ്. ലോകത്തുള്ള വിശ്വാസികൾ മുഴുവൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, അത് വിശ്വാസമാണ്. പക്ഷെ ആ വിശ്വാസം കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അവർക്ക് ആ ദൈവം എന്ന് പറയുന്നത് നന്മയും തിന്മയും തരുന്ന ദൈവമാണ്, ശരിയും തെറ്റും നിർണ്ണയിക്കുന്ന ദൈവമല്ല. 2 ദൈവമുണ്ട്. നന്മയും തിന്മയും തരുന്ന ദൈവം, ഭാഗ്യനിർഭാഗ്യങ്ങൾ തരുന്ന ദൈവം. നമുക്ക് ഭാഗ്യം തന്നാലും നിർഭാഗ്യം തന്നാലും നമ്മൾ ജീവിച്ച് മരിച്ചു പോകുന്നു, ജീവിതം അതോടുകൂടി അവസാനിക്കുന്നു. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്ന അല്ലാഹു നന്മ തിന്മ മാത്രമല്ല തരിക, ശരിയും തെറ്റും കൂടി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ശരിയും തെറ്റും നൽകിയ അല്ലാഹു, അത് നമ്മൾ പരലോകത്ത് മറുപടി പറയേണ്ടി വരും. അതുകൊണ്ടാണ് ബിൽ ആഖിറതി ഹും യൂഖിനൂൻ, ആഖിറത്തിൽ നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കണമെന്ന് പറയാനുള്ളത്. യൂഖിൻ, യഖീൻ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആഖിറത്തിൽ നമുക്ക് യഖീൻ വേണം. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാം പറഞ്ഞല്ലോ, എങ്ങനെയാണ് നീ പുനർജീവിപ്പിക്കുക എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു തആല ചോദിച്ചു, നിനക്കതിൽ വിശ്വാസമില്ലേ? അവലം തുഅ്മിൻ ഖാല ബല, വിശ്വാസമുണ്ട്, നിനക്ക് പുനർജീവിപ്പിക്കാൻ കഴിയും. പക്ഷെ വലാകിൻ ലിയത്മഇന്ന ഖൽബി, പക്ഷെ അതങ്ങോട്ട് ഇറങ്ങുന്നില്ല. അതങ്ങോട്ട് എൻ്റെ കൽബിലേക്ക് അങ്ങോട്ട് ഇറങ്ങുന്നില്ല. ബുദ്ധിയിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ കൽബിലേക്ക് എന്ത് ചെയ്യുന്നില്ല? ഇറങ്ങുന്നില്ല. അപ്പോൾ ഈമാൻ ബുദ്ധിയിലേക്കാണ് ഇറങ്ങുക, യഖീൻ കൽബിലേക്കാണ് ഇറങ്ങുക.
അപ്പോഴാണ് അള്ളാഹു തആല പറഞ്ഞു ഖുദ് വനർബഅത മിന തൈർ, 4 പക്ഷികളെ പിടിക്കുക, പീസാക്കുക, മലയിൽ കൊണ്ടുപോയി വെക്കുക, വിളിക്കുക, ഓടി വരുന്ന കാഴ്ച നിനക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത് കണ്ണുകൊണ്ട് കാണുകയാണ്. അദ്ദേഹത്തിന് വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, വിശ്വാസമുണ്ട്. അത് ലോജിക്കലായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ലോജിക്കലായിട്ടുള്ള കാര്യം കൊണ്ട് നമുക്കൊരിക്കലും നമ്മളെ പ്രവർത്തനക്ഷമമാവുകയില്ല. നമ്മളെ പ്രവർത്തനക്ഷമമാക്കുന്നത് നമ്മുടെ മനോവ്യാപാരങ്ങളാണ്, ബൗദ്ധിക വ്യാപാരമല്ല. ബുദ്ധിപരമായി ശരിയെന്ന് അംഗീകരിക്കുന്ന കാര്യവും മനസ്സ് അത് അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത വരുമ്പോഴാണ് നമ്മൾ കള്ളം പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ബുദ്ധിപരമായി നമ്മളുടെ ബാധ്യതയാണ് എന്ന് അംഗീകരിക്കുന്ന കാര്യം പോലും മാനസികമായി വരുമ്പോഴാണ് നമ്മൾ പല കാര്യങ്ങളും അങ്ങനെയല്ല ഇങ്ങനെയല്ല, ഞാൻ പണം കൊടുക്കാനില്ല, വാങ്ങിയിട്ടില്ല, തലവെന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. വലാകിൻ കൽബി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ പരിശുദ്ധമായ റമദാൻ മാസം നമ്മൾ നമ്മുടെ പരലോക ജീവിതത്തിലേക്കുള്ള ഒരു മുതൽക്കൂട്ടാക്കി മാറ്റണം. അത് മാറ്റണമെങ്കിൽ ജീവിതത്തിൽ തിരുത്തൽ പ്രക്രിയയ്ക്ക് സന്നദ്ധമാകണം. നാം വിശ്വസിക്കുന്ന അള്ളാഹു ഖൈറും ഷർറും മാത്രം നൽകുന്ന അള്ളാഹു അല്ല, മഅറൂഫും മുൻകറും കൂടി നിർണയിച്ചു തരുന്ന അള്ളാഹുവാണ്. ഖൈറും ഷർറും ഈ ലോകത്തെ മാത്രമേ ബാധിക്കൂ, മഅറൂഫും മുൻകറും നാളെ പരലോകത്തെ ബാധിക്കും. അതുകൊണ്ടാണ് അള്ളാഹു തആല രണ്ടും നമുക്ക് നൽകുന്നത്. തൗഹീദിന്റെ പൂർണ്ണത അതാണ്. ഖൈർ നൽകുന്നതും അള്ളാഹുവാണ്, ഷർറ് നൽകുന്നതും അള്ളാഹുവാണ്. ഈ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ മഅറൂഫ് നിർണയിച്ചു തരുന്നതും അള്ളാഹുവാണ്, മുൻകർ നിർണയിച്ചു തരുന്നതും അള്ളാഹുവാണ്. ഈ അള്ളാഹുവിന്റെ സന്നിധാനത്തിലേക്ക് പോകേണ്ടവരാണ്. ആ ഒരു നല്ല ഉറച്ച ബോധ്യത്തോടുകൂടി ഈ പരിശുദ്ധമായ റമദാൻ ദിനരാത്രങ്ങൾ അള്ളാഹുവുമായി അടുത്തുകൊണ്ട് ജീവിതത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് അടുക്കാനുള്ള സ്വർഗപ്രവേശനം ഉറപ്പുവരുത്തുന്ന ആ മഹാഭാഗ്യവാന്മാരുടെ കൂടെ പെട്ടുകൊണ്ട് ആ നിർഭാഗ്യവാനിൽ പെടാതിരിക്കുവാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക, നിങ്ങൾ ഞാനും പരിശ്രമിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വർഹംനാ യാ റാഹിമൽ മസാകീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.